നന്നായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ട് അവിടെ. നീ ഇവിടെ നിൽക്ക്, അവിടെ ഒരു വീട്. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഹാലിഫാക്സിൽ നിന്ന് കേപ്പ് ബ്രിട്ടൻ വരെ പോയിട്ട് അവിടെ പോയിട്ട് സ്നോ പിടിച്ചൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് ഏകദേശം 4-4.5 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ കേപ്പ് ബ്രിട്ടൻ ഐലൻഡിലേക്ക്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോവാസ്കോഷ്യ പ്രൊവിൻസിൻ്റെ ഏകദേശം ഒരു ഈസ്റ്റേൺ എൻഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേപ്പ് ബ്രിട്ടൻ ഐലൻഡ്. ഏകദേശം ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 288 കിലോമീറ്റർ, ഏകദേശം അതൊരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അവിടുത്തെ കബോട്ട് ട്രയൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓസം ഡ്രൈവാണ്. ഏകദേശം ഹെവനിലേക്കുള്ള യാത്രയാണ്, അങ്ങനത്തെ എന്ന് പറയാം. അപ്പോൾ ബുബു വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ലോങ് ട്രിപ്പായിട്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടി ആയിരുന്നു. സ്നോയിൽ വന്നിട്ട് സ്നോ കാണുന്നതും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ നമ്മുടെ കേപ്പ് ബ്രിട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല തെളിഞ്ഞ ആകാശം, അതായത് നല്ല സണ്ണി ആയിട്ടുള്ള ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേപ്പ് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ്. കാരണം വെച്ചാൽ ഒരു സൈഡിൽ മൊത്തം കടൽ, ഒരു സൈഡിൽ മൊത്തം മലകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഓഷൻ വ്യൂവും കാര്യങ്ങളും ആ കാറിനകത്ത് നമ്മുടെ ക്ലോസർ എന്ന് പറഞ്ഞ സോങ് ഇട്ടാലുണ്ടല്ലോ, പിന്നെ ഒന്നും പറയാനില്ല, സൂപ്പർ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സാധാരണ പോലെ തന്നെ ടിമ്മിൽ നിന്നൊരു കാപ്പിയൊക്കെ എടുത്ത് അതിരാവിലെ തന്നെ ഇറങ്ങി. അതിരാവിലെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു 7 മണിയാണ് അതിരാവിലെ കേട്ടോ. കാരണം ഞങ്ങൾ തലേദിവസം തന്നെ അലാമൊക്കെ അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂടി സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ എണീറ്റത്. അല്ലെങ്കിൽ ഞങ്ങൾ ഉച്ചയാവും എണീക്കാനായിട്ട്. ഇത് നമ്മുടെ കേപ്പ് ബ്രിട്ടൻ കിടക്കുന്നതിന് മുന്നിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് കാണുമ്പോൾ തന്നെ ഒരു കേപ്പ് ബ്രിട്ടൻ ഐലൻഡിലേക്ക് സ്വാഗതം എന്നൊക്കെ, വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ട് അത് അടിപൊളിയാണ് കാണാനായിട്ട്. ഫോട്ടോ ഫ്രെയിംസിനൊക്കെ സൂപ്പറാണ്. അവിടെ നിന്ന് തൊട്ട് നമ്മുടെ കേപ്പ് ബ്രിട്ടൻ ഐലൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി നൈസായിട്ട് അവിടെ കുറച്ച് ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. ഇത് ഏകദേശം നല്ലൊരു -2 -3 ഒക്കെ ഉണ്ടായിരുന്നു. ബുബു തണുത്ത് വിറച്ച് ഐസൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഫോട്ടോയ്ക്ക് വേണ്ടി എന്ത് ഡെഡിക്കേഷനും റെഡി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കൈയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയൊരു നമുക്ക് കേൾക്കാം ആ കടൽ അടിക്കുന്ന നല്ല തിരമാലയുടെയൊക്കെ ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി യാത്ര കണ്ടിന്യൂ ചെയ്തപ്പോൾ പിന്നെ ചെറുതായിട്ട് സ്നോ പെയ്ത് കിടക്കുന്ന റോഡുകളിലൂടെ യാത്ര. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. ഏകദേശം ഒരു ലഡാക്ക്, കാശ്മീർ, അവൾക്ക് കാശ്മീർ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി നൈസായിട്ട് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പം ഞാൻ പക്ഷേ കുറച്ച് കെയർഫുള്ളായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഈ വിൻ്ററിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കിഡായി പോകാനും കാര്യങ്ങളൊക്കെ യാത്രയുണ്ട്, വിൻ്റർ ടയർ ഇട്ട ആണെങ്കിൽ കൂടി. അപ്പോൾ ഈ വീടിൻ്റെയൊക്കെ മേൽക്കൂരയൊക്കെ മഞ്ഞൊക്കെ പെയ്ത് നല്ല അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ എത്തിയപ്പോൾ ഒരു ബ്രിഡ്ജ് കണ്ടു. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൊച്ചു ബ്രിഡ്ജാണ്. അതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് മഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ആദ്യത്തെ സ്നോ കിട്ടി ഈ വർഷത്തെ. ബുബുവിനാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ആൾ തുള്ളിച്ചാടായിരുന്നു, ഒന്നും പറയാനില്ല. ആള് മമ്മീനെയും പപ്പേനെയും ഫോൺ വിളിക്കുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഈ മഞ്ഞൊക്കെ കാണിക്കുന്നതിനിടയ്ക്ക് സാധനം കണ്ടു. പിന്നെ എന്ത് ചെയ്യണം, അങ്ങോട്ട് ഓടണം, മഞ്ഞ് വാരുന്നു എറിയുന്നു, ഒന്നും പറയാനില്ല. അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ ഒരുമിച്ചുള്ള സ്നോ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയെന്നുള്ള തന്നെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഈ നോവാസ്കോഷ്യയിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ മസ്റ്റായിട്ട് പോകുന്നൊരു സ്ഥലമാണ് കേപ്പ് ബ്രിട്ടൻ കബോട്ട് ട്രയൽ സ്കൈലൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. മഞ്ഞ് വീട് മഞ്ഞ് പിടിക്കാതെ വാ, മഞ്ഞ് വീണ് എടി ഇത് നന്നായിട്ട് പെയ്യുമ്പോ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമുക്ക് വാ ബാളപ്പട്ടി വാ. നന്നായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ട് അവിടെ. നീ ഇവിടെ നിൽക്ക്, അവിടെ ഒരു വീട്. നല്ല ഭംഗിയുണ്ട്. നീ വീഡിയോ ഓഫ് ചെയ്യ്. സ്റ്റേയോ നന്നായിട്ട് പോയി തുടങ്ങി കേട്ടോ. ബാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മഞ്ഞൊക്കെ കൊണ്ട് അവളെ എങ്ങനെയോ പിടിച്ച് കയറ്റി വണ്ടിക്ക് അകത്ത് കയറ്റി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്കൈലൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ സീസണിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻ്റർ സീസണിൽ ഈ വട്ടത്തെ ആദ്യത്തെ വട്ടമാണ്. പക്ഷേ എല്ലാ കൊല്ലം ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും കൊളീഗ്സിൻ്റെ കൂടെ ആയിട്ടാണെങ്കിൽ. ഈ സമ്മറിൽ കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമ്മറിൽ പോയതിൻ്റെ ചെറിയ വിഷ്വൽസ് ഞാനിവിടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മറിൽ മുഴുവൻ പച്ചപ്പും നല്ല തെളിഞ്ഞ ആകാശം കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ആയിട്ട് ടോട്ടൽ ഡിഫറെൻറ്റ് ലുക്കായിരുന്നു ആ സമയത്ത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് സ്നോ പെയ്ത് തുടങ്ങി പോണ വഴിക്ക്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ടു. അതിനിടയ്ക്ക് അവൾ ജസ്റ്റ് ആ ഒരു ക്യൂരിയോസിറ്റി കാരണം തോന്നുന്നു പുള്ളിക്കാരി അവൾ ജസ്റ്റ് ഒന്ന് ആ വിൻഡോ ഡൗൺ ചെയ്തപ്പോഴേക്കും എൻ്റെ വായി നന്നായിട്ട് ചീത്ത കേട്ടു. കാരണം ഐസ് നന്നായിട്ട് അകത്ത് കയറില്ലോ. അവൾക്ക് അറിയണ്ടായിരുന്നില്ല. അവൾ അപ്പം തന്നെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ സമ്മറിൽ ഞാനും ഫ്രണ്ട്സും കൂടി പോയപ്പോഴുള്ള ആ ഒരു വിഷ്വൽസാണ് സ്കൈലൈനിൽ. ഇതാണ് ശരിക്കും സമ്മറിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഹെവനിലേക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്സൊക്കെ ഇറങ്ങി ഒരു ഭൂമിയുടെ ഒരു അങ്ങേ അറ്റത്തേക്ക് എത്തുന്ന പോലെയാണ്. കാരണം ഒരു മലയുടെ ചെരുവിൽ നിന്ന് നമ്മളൊരു കുറേ സ്റ്റെപ്സ് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നൊരു വിഷ്വൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വന്ന വഴിയൊക്കെ സൈഡിൽ കൂടെ കാണാൻ പറ്റും. അതായത് നിറച്ച് മറ്റേ കർവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വഴി. കുറച്ച് ഡേഞ്ചർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ചെറുതായിട്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം രണ്ട് സൈഡിലും റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് അവർ സേഫ്റ്റിയുടെ കാര്യങ്ങളുണ്ട്. അത് കൂടി വിൻ്ററിൽ മാത്രം കുറച്ച് കൺസേൺ ആയിട്ട് വണ്ടി ഓടിക്കണം എന്ന് മാത്രം. ബാക്കിയുള്ള ഒന്നും പറയാനില്ല. സമ്മറിലൊക്കെ ഇവിടെ നല്ല തിരക്കാട്ടോ. ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് വീഡിയോസ് എടുക്കാനായിട്ടും ട്രയൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 9 കിലോമീറ്ററിൻ്റെ ഇതാണ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. മൊത്തം മഞ്ഞായിട്ട് ഞങ്ങൾക്ക് വണ്ടി ഓടിച്ച് അങ്ങോട്ട് അകത്ത് പോലും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ സ്കൈലൈൻ ട്രയൽ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. കാരണം ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. കാരണം ഡേഞ്ചറാണ്, റിസ്ക് എടുക്കാൻ പാടില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ എൻജോയ് ചെയ്യുക, പോവുക. കാരണം അതിനിടയിൽ നമുക്ക് ലൈഫ് ത്രെട്ടൺ ആവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അടുത്ത വട്ടം ചെയ്യാമല്ലോ ട്രിപ്പ്. അങ്ങനെ അവൾ മഞ്ഞിലൊക്കെ പേരും കാര്യങ്ങളൊക്കെ എഴുതി മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂസാണ് ഇതൊക്കെ. ഞങ്ങൾ കുറേ നേരം അവിടെ മഞ്ഞൊക്കെ എടുത്ത് പരസ്പരം എറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകും. എല്ലാറിയില്ലേ ഫോണിരിക്കണേ. വാ പോവാ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കഷ്ടപ്പെട്ട് മഞ്ഞിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതി, ഇഗ്ന ഫ്രീജോ എന്നൊക്കെ എഴുതി. അതിനുശേഷം കുറച്ച് നേരം വീഡിയോസ് അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടാനായിട്ട് മഞ്ഞൊക്കെ എടുത്ത് എറിയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ മഞ്ഞെറിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചരലും കൂടി അവളുടെ മേത്തേക്കൊക്കെ വീട് വിട്ടാ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൈയൊക്കെ തണുത്ത് ഐസായപ്പോൾ ഞങ്ങൾ പതുക്കെ കയറി പോന്നു. നീലാകാശം പീലി വിരിച്ചു പച്ചത്തെങ്ങോല. അതാണോ നിന്നെ കാണാനില്ലേ, മൊത്തം വെള്ളമയ. അയ്യോ കല്ല്. അടക്ക് ഇച്ചിരി അറിഞ്ഞാ മതി. ഒപ്പത്തിലെറിയണ മതിയോ കൈ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങളൊരു നല്ലൊരു തെളിഞ്ഞ ആകാശവും നല്ലൊരു സൺസെറ്റിൻ്റെ ഒരു ചെറിയൊരു വ്യൂവും കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്തു. അതിന് തൊട്ടടുത്തൊരു കൊച്ചു പള്ളി ഉണ്ടായിരുന്നു, ഒരു സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സിമിട്രി. അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആ പള്ളിയിലെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് പോകും. അതിൻ്റെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഏറ്റവും കേബിൾ ടണലിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റാണ്. ആ സമയത്ത് കളർ ചേഞ്ചും ഫോളിൻ്റെ അതൊക്കെ ആയിട്ട് ഓസമാണ്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ജസ്റ്റ് ഒന്ന് പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ച് അവൾ ആ സൈഡിൽ നിന്നൊക്കെ എന്തൊക്കെയോ വായിക്കുന്നുണ്ടായിരുന്നു. ആ പള്ളി പടഞ്ഞ വർഷം എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ വായിച്ച് പുള്ളിക്കാരി വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തിരിച്ചുള്ള യാത്ര ഞങ്ങൾ ഹാലിഫാക്സ് ലക്ഷ്യമാക്കിയിട്ട് പോന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ നല്ല ചൂടുള്ള ഒരു ഓട്സും കുറച്ച് ഉപ്പേരിയും ഒരു മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി യാത്ര അവസാനിച്ചു. അപ്പോൾ ബൈ.